ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വരാൻ സാധിച്ചില്ല. നിങ്ങൾ കണ്ടത് തന്നെയാണ് കണ്ടത്. സംഭവം മറ്റൊന്നുമല്ല, ദേവിയുടെ വാർഷികം ആയിരുന്നു അന്ന്, ജനുവരി 19. അപ്പോൾ ആ ദിവസം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മൂകാംബികയിൽ നിന്നും തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വന്ന് മഹത്തായ ഹോമങ്ങൾ ചെയ്യും. അത് അഗ്നിയിൽ കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പൂജയിൽ നിന്നും ഒരു പടി മുകളിലുള്ളതാണ് ഈ ഹോമം. അതിൻ്റെയും മേലെ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ലൗകിക ജീവികൾക്കുള്ള വിഷയങ്ങളാണ്. പൊതുവേ ഗണപതി ഹവനം മുതൽ മേലോട്ട് ഒരുപാട് ഹോമങ്ങൾ, അങ്ങനെ രോഗം മാറുന്ന മൃത്യുഞ്ജയ ഹോമം വരെ അങ്ങനെ പലതരത്തിലുള്ള ഹോമങ്ങളുണ്ട്. എനിക്ക് വീട്ടിലെപ്പോഴും ഞാൻ ദേവിക്ക് പ്രാധാന്യമുള്ള ഹോമങ്ങൾ, ചണ്ഡികാ ഹോമം, പിന്നെ ത്രൈലോക്യ മോഹന ഗൗരി ഹോമം, അങ്ങനെ സരസ്വതി ഹോമം, മൂലമന്ത്ര ഹോമം, അതങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഹോമങ്ങൾ ഞാൻ എൻ്റെ ഭവനത്തിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തേത് പഞ്ചദുർഗാ ഹോമം എന്നുള്ള ഹോമമായിരുന്നു. അതും അതിവിശേഷപ്പെട്ട ഹോമമായിട്ടാണ് പറയുന്നത്. പഞ്ചദുർഗ, ദുർഗയുടെ 5 ഭാവങ്ങളെയാണ് അഗ്നിയിൽ പഞ്ചദുർഗമാർക്കാണ് നമ്മൾ അർഘ്യങ്ങൾ സമർപ്പിക്കുന്നത്. അതിലേക്ക് വരാം. ഒരു ഹോളുണ്ട്. ഹലോ ഹലോ പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 26/12/2002. വോളിയം കുറക്കൂ. സമയം 11:15 AM. 26/12/2002. സമയം 11:15 AM. ആൺകുട്ടിയുടെയാണോ പെൺകുട്ടിയുടെയാണോ? ആൺകുട്ടി. നിങ്ങളുടെ മകനാണോ? മകൻ. ഉത്തര നക്ഷത്രം. എന്താണ് അറിയേണ്ട വിഷയം പറയൂ. ജോലി സംബന്ധമായിട്ട് ഇപ്പം രാഹുദശ തുടങ്ങിയതേ ഉള്ളൂ. രാഹുവിൻ്റെ തുടക്കം അത്ര നന്നാവില്ല. അത് 2027 വരെ ഉണ്ട്. 2 വർഷം കൂടി ഉണ്ട് ഇനിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുവരെ വലിയ നല്ല ജോലിയൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ശമ്പളമൊക്കെ കുറഞ്ഞ അവസ്ഥയായിരിക്കും. ജോലി കിട്ടാതിരിക്കൊന്നുമില്ല, ജോലിയൊക്കെ കിട്ടും. പക്ഷെ അവനൊരു സന്തോഷകരമായൊരു അവസ്ഥ ഉണ്ടാവില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണ് ഇപ്പൊ ഉള്ളത്? മഹാരാഷ്ട്ര. പൂനെയിലാണോ? അവിടെ ഒഴിവാണോന്നല്ല പറഞ്ഞു.
അതെന്തോ അവിടെ വല്ലാതെ നിങ്ങൾ കുറച്ചുകൂടി വോളിയം കുറക്കും, എന്തോ ഒരു ആ എനിക്കെന്തോ ഒന്നും പറയുന്ന മനസ്സിലാവുന്നില്ല. അപ്പോൾ അതായത് ഞാൻ പറയുന്നത്, പിന്നെ ഈ ഏത് കമ്പനി മാറിക്കഴിഞ്ഞാൽ ഈ സമയദോഷത്തിൻ്റെ കുഴപ്പമുള്ളത് കൊണ്ട് വലിയ മെച്ചങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓൻ പറഞ്ഞ ഓൻ ഈ ഫീൽഡ് ശരിയാവില്ല. ആ അങ്ങനെ മാറിപ്പോവോ, അങ്ങനെ എന്തെല്ലാം എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. ആ എന്താ ഇപ്പം പോയി. അതായത് ജോലി, ഏത് തരത്തിലുള്ള ജോലി ചെയ്താലും ഈ സമയദോഷം അവനെ 2 വർഷം കൂടി അനുഭവിച്ചേ പറ്റുള്ളൂ. 4-ാം ഭാവത്തിലെ സർപ്പമാണ്. വാഹനം കൊണ്ടൊക്കെ കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 2 വീലറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെയേറെ ശ്രദ്ധിച്ചുപയോഗിക്കാൻ പറയണം. ജാതകത്തിൽ നല്ല യോഗങ്ങളുണ്ട്, ധർമ്മകർമ്മ രാജയോഗം, അത്തരത്തിലുള്ള നല്ല യോഗങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള സമയദോഷം മാത്രമാണ് പ്രശ്നം. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ചൊരു മാറ്റം ഉണ്ടാവും. അത്തരത്തിലുള്ള വിശ്വാസമുള്ള കുട്ടിയാണെങ്കിൽ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. അതെല്ലാം ആ പരിഹാരങ്ങൾ ചെയ്താൽ കുറേ മാറ്റം വരും. അല്ല, ഏത് ഫീൽഡായാലും അവനുമായിട്ട് സംസാരിക്കുകയും വേണം, ഒപ്പം അതിനുള്ള ഇവൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവനെ പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങളത് നേരിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നവരെ ആയിരിക്കും നല്ലത്. ഏത് മേഖലയാണ് എന്താണെന്നൊന്നും നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഇപ്പോൾ ആവില്ലല്ലോ. അയാളുടെ ജോലിയുടെ സ്വഭാവം എന്താണ്, അയാൾക്ക് അത് എന്തുകൊണ്ടാണ് തീരെ പറ്റാത്തത്, അതൊക്കെ അയാളുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശമ്പളം കുറവ് തന്നെയാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ശമ്പളമൊന്നും മര്യാദക്ക് കിട്ടില്ല. പിന്നെ പെട്ടെന്ന് അവിചാരിതമായിട്ട് ആരോഗ്യ പ്രശ്നം വരാനും സാധ്യതയുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ടാക്കിയ ഭക്ഷണം, ഹോട്ടലിലെ ഭക്ഷണം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിക്കാൻ പറയണം. അങ്ങനെയുള്ള സമയമാണ്. അതൊക്കെ ഫോൺ വിളിക്കുമ്പോൾ പറയുക, അങ്ങനെ പുറത്തുനിന്നൊന്നും അധികം കഴിക്കരുതെന്ന് പറയണം. അപ്പോൾ മൊത്തം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ നല്ല ഉയർച്ചയുണ്ടാവുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എന്താണ്, കാലദോഷത്തിൻ്റെ ശമനത്തിനും അതേപോലെ മറ്റ് നമ്മൾക്ക് ഐശ്വര്യം വന്നണയാനും മറ്റൊക്കെയാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ പൊതുവെ മനുഷ്യന്മാർ ചെയ്യുന്നത്. ഒപ്പം ദേവി പ്രീതിയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഐശ്വര്യമോ അല്ലെ മറ്റുള്ള നല്ലത് വരണമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ദേവിയെ പ്രീതിപ്പെടുത്തുക, അത്രമാത്രം. ഞാൻ പൊതുവെ എൻ്റെ ഹോമത്തിലിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറ് പോലും ഉള്ളൂ. എൻ്റെ കാര്യമൊന്നും ഞാൻ പറയാറില്ല. അത് ദൈവവുമായിട്ട് അടുത്ത ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം അവർ അങ്ങനെ പറയാൻ നിൽക്കില്ല. അത് പറയേണ്ട ഘട്ടം കഴിഞ്ഞുപോയി. നമ്മളെല്ലാം ആ ഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത് എന്നെ ആശ്രയിച്ച് വരുന്ന, അല്ല എൻ്റെ ദൈവികമായ അത് ആ വാക്ക് ഞാൻ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുകയാണ്. ജ്യോതിഷിയെ ആശ്രയിച്ചിട്ടല്ല ആരും വരുന്നത്. പക്ഷെ ദേവി ഉപാസകൻ എന്നുള്ള രൂപത്തിൽ എന്നെ ആശ്രയിച്ച ആളുകൾ വരുന്നുണ്ട്. അത് രണ്ടും അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കും. ഈ ആശ്രയിക്കാൻ ഇവൻ ആരാണെന്നൊക്കെ ചിന്ത വരാം. പക്ഷെ അത് ദേവി കൊടുക്കുന്നൊരു പവറാണത്. അതിനെക്കുറിച്ച് അത്രയേ പറയാനുള്ളൂ. പെട്ടെന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കും ആ വാക്ക്. ആശ്രയിക്കാനോ, ഇതെന്താ അല്ലേ, അതൊക്കെ മുഖ്യമന്ത്രിയെയോ അല്ലെ മറ്റേ പ്രധാനമന്ത്രിയെയോ ഒക്കെ അല്ലേ ആശ്രയിക്കുക. നമ്മളെപ്പോലെ ഒരു നിസ്സാരനായ മനുഷ്യനെ എന്ത് ആശ്രയിക്കാൻ, ഇവൻ എന്താണ് പറയുന്നത്, തലക്ക് സ്ഥിരതയില്ലേ എന്ന് വരെ തോന്നിപ്പോകാം ചിലർക്ക്. സംഭവം ഇതാണ്, അത് ദൈവികമായിട്ട് നമുക്കൊരു ശക്തി വരുമ്പോൾ നമ്മൾ നിത്യവും നിരന്തരമായിട്ട്
ദേവിയെ നമ്മൾ പരാശക്തിയെ ആരാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭക്തന് ദേവി ചില ശക്തികൾ നൽകുന്നു. അത് അയാൾക്ക് ജനോപകാരപ്രദമായി മാറ്റാൻ സാധിക്കും. അത് പിന്നെ ശരിയായ നമ്മുടെ തെയ്യക്കാവിലെ കോലധാരിക്ക് പോലും അത് ചെയ്യാൻ പറ്റും. അയാൾ കൃത്യമായിട്ട് വ്രതമൊക്കെ എടുത്തിട്ട് കോല തലയിൽ പൊയ്ക്കണ്ണ് വെച്ച് ഗുരുക്കളച്ചനെ പ്രാർത്ഥിച്ച് വിധിപ്രകാരം ആ മൂർത്തിയെ തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് തിരുമുടി അണിഞ്ഞ് നിൽക്കുന്ന ഉത്തമനായ കോലധാരിക്ക് ആ കഴിവുണ്ടാവും. പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഉത്തമൻ. ഇപ്പം മഹാഭൂരിപക്ഷവും എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാലോ. ഞാനതുകൊണ്ട് ഇപ്പം തെയ്യം കാണലൊക്കെ നിർത്തി. വളരെ ചെറിയ ശതമാനം മാത്രമാണ് അതിൻ്റെ പവിത്രത കാത്ത് സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. അവിടെ കൈയെടുക്കട്ടെ എന്ന് തെയ്യം പറയുന്നത്, തെയ്യമെന്ന് പറഞ്ഞാൽ ദൈവം, ആ ദൈവം പറയുന്നത് കൈയെടുക്കട്ടെ എന്ന്, അതായത് പ്രാർത്ഥിക്കട്ടെ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ശരിയായ രൂപത്തിലുള്ള ആ പറച്ചൽ, അത് കൃത്യമായിട്ടാണെങ്കിൽ ആ സങ്കടങ്ങൾ അയാളിലേക്ക്, ആ കൊലധാരിയിലേക്ക്, അല്ലെങ്കിൽ ആ എന്താ പറയുക, ആ മൂർത്തിയെ ധരിച്ചിരിക്കുന്ന വേഷത്താലും മാത്രം പോരാത്. മുടി ഇങ്ങനെ വലിയ മുടിയൊക്കെ എടുത്ത് തലയിൽ വെച്ച് അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നവനായിരിക്കണം. അതാണ് അതിൽ ആളുകളുടെ വ്യത്യാസം അവിടെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അതുതന്നെയാണ് ക്ഷേത്രത്തിലുള്ള വിഷയത്തിലും അത് തന്നെയാണ് നടക്കുന്നത്. എല്ലാ പൂജാരികൾക്കും ആ കഴിവുണ്ടാവില്ല. അറിയുന്നവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം, അല്ലാതെ വരുമായിരിക്കുമല്ലോ ഒന്ന് തന്നെയെന്ന്. ഒരു കോളുണ്ട്. ഹലോ 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 ഹലോ. ആ ഒന്ന് വോളിയം കുറക്കും. ഹലോ, ഒന്ന് വോളിയം കുറക്കൂ. വോളിയം കുറക്കണം. ഹലോ, ഇത് മാങ്ങാട്ടടപ്പന്നാമേ വിളിക്കുന്നത്. ആ ശരി, പറഞ്ഞോളൂ. അത് എന്റെ മകനെ പറ്റി അറിയാൻ വേണ്ടിയാണ്. ആ പറയൂ, ഡേറ്റ് പറയൂ. 1998 ജൂലൈ 4 പകല് 9:40 ടൈം. ഒമ്പത് 40. ഓക്കെ. നക്ഷത്രം ചോതി നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം, പറയൂ. അവനെ പറ്റി ജോലിയൊന്നും ആയില്ല, അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇയാൾക്ക് നീചശനിയുടെ ദശയാണ് ഇപ്പം നടക്കുന്നത്. അതായത് ശനി തന്നെ മോശം, അത് നീചത്തിലായാൽ പിന്നെ കൂടുതൽ ദോഷമായി. അപ്പം അത്തരത്തിലുള്ള ഒരു സമയദോഷമുള്ള വ്യക്തിയാണ് ഇയാൾ. അപ്പം അതുകൊണ്ട് അത് 25 മൂന്നാം മാസം, അതായത് 2 മാസം കഴിഞ്ഞാൽ അതിന് മാറ്റം വരുന്നുണ്ട്. ആ ശനിയുടെ സ്വാപഹാരം കഴിയും. അതിന് ശേഷം ശ്രമിച്ചാൽ ഒരു ജോലി ലഭിക്കും. എങ്കിലും ഈ ജാതകത്തിൽ ചില സാമ്പത്തികമായിട്ടും മറ്റൊക്കെ ചില കുഴപ്പങ്ങളുള്ള ജാതകമായതുകൊണ്ട് അതിന് വേണ്ട രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നല്ല നിലയിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ. ഇയാളുടെ കയ്യിൽ പണം നിൽക്കില്ല എന്നുള്ളൊരു ദോഷമുണ്ട്. അത് ഇത്രയും കാലം അയാൾ സ്വന്തമായിട്ട് പണിയൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പൈസയൊക്കെ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതങ്ങ് തീർന്നു പോവുക എന്നൊരു ബലം വരും. അതൊരു പ്രത്യേക ബലമാണ്. അപൂർവം ചിലർക്ക് അങ്ങനെ, ചില ആൾ കാണുന്നില്ല, എത്ര അധ്വാനിച്ചാലും ഒരു 10 ഉറുപ്പ്യ എടുത്തു വെക്കാൻ പറ്റാതെ ആൾക്കാരില്ലേ. അതിൽ പെട്ടുപോയി നിങ്ങളുടെ മകൻ. അതുകൊണ്ട് അതിന് വേണ്ട അതുകൊണ്ട് ഇപ്പം പിന്നെ നല്ല ജോലിയൊന്നുമില്ല. നല്ല ജോലി ഞാൻ ഈ പറഞ്ഞതുപോലെ 2 മാസത്തിന് ശേഷം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ശ്രമമുണ്ടെങ്കിൽ അതും നടക്കും. അങ്ങനെ വല്ല ഉദ്ദേശമുണ്ട് അതും ചെയ്യാം. പക്ഷെ അപ്പോഴും ഈ ദോഷം
അവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മ വേണം. പിന്നെ മന്ത്രമൊന്നും ജപിച്ചിട്ടൊന്നും അതിനൊന്നും വേണ്ട പരിഹാരങ്ങളൊന്നും അതൊന്നും ചെയ്യില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അങ്ങനെയുള്ള അതൊക്കെ സാധ്യത വളരെ കുറവാണ്. വേറെ ചില എന്തെങ്കിലും ഏർപ്പാടുകൾ നമുക്ക് നോക്കാം. അത് താല്പര്യമുണ്ടെങ്കിൽ, അത് വിശ്വാസമുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടാം. ഇതിനോടൊന്നും മന്ത്രം ജപിക്കാനൊക്കെ പറഞ്ഞാൽ ഓടിച്ചു വിടും. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ദോഷം കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ അവനെന്ത് വിശ്വാസിയോ അവിശ്വാസിയോ അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ കർമ്മം ചെയ്യണമല്ലോ. അത് മാത്രമാണ് ചെയ്യുന്നത്. മറ്റേയാളുടെ അവസ്ഥ ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതെൻ്റെ പണിയല്ലല്ലോ. അപ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ പറയുന്നു, അതിൽ കളങ്കം വെച്ചിട്ട് സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരേപോലെ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ മകൻ്റെ ജാതകത്തിൽ സമയക്കേട് മാറും. അപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റങ്ങൾ വരും. അത് 2 മാസം കഴിഞ്ഞാലായിരിക്കും അതുവരെ വലിയ രക്ഷയൊന്നും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് തന്നെ ഇങ്ങനെ തന്നെയാണ് ഇയാളുടെ അവസ്ഥയുള്ളത്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസമുണ്ടോ? ഒന്നും പ്രത്യേകിച്ച് ആയിട്ടില്ല. അത് തന്നെയാ, അതാ ഞാനും പറഞ്ഞത്. അത് തന്നെ. ഇപ്പം 23 വയസ്സിന് ശേഷം പഠിപ്പെല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു രക്ഷാമാർഗത്തിലേക്ക് വരേണ്ടതല്ലേ. ഇപ്പം 26 വയസ്സായി. അപ്പോൾ ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഞാനും പറയുന്നത്. 23 വയസ്സിൽ പഠനമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 2-3 വർഷമായിട്ട് പ്രത്യേകിച്ചൊരു എടുത്തു പറയത്തക്ക ഒരു ജോലിയൊന്നുമില്ല. പണ്ട് ഏതൊരു സ്കിറ്റിൽ ഏതൊരുത്തം പറഞ്ഞ പോലെ പറയാൻ തക്ക വണ്ണം ഉള്ള ഒരു ജോലിയൊന്നും എനിക്കില്ല എന്ന് ഒരു കള്ളം പറയുന്നില്ല. ആ പറഞ്ഞ പോലെ ഒരു എടുത്തു പറയാൻ പറ്റിയൊരു ജോലിയൊന്നും ഇല്ല. അതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊക്കെ ഇപ്പോൾ മനുഷ്യനായാൽ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ലല്ലോ. അതൊന്നും പിന്നെ നമുക്കൊരു എന്താ നാടൻ ഭാഷയിലൊരു മോന്തായം കൂടുന്ന പരിപാടിയല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ, മോന്ത. അപ്പോൾ അതുകൊണ്ട് അല്ല, ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അതും തിരിയില്ല എന്താണ് മോന്തായം കൂടുക എന്ന്. അത് ഇപ്പം എല്ലാം വാർപ്പല്ലേ. നമുക്ക് പണ്ടത്തെ മോന്തായം കൂട്ടൽ എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. അത് അവരെ കുറ്റം പറ്റി കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളൊരു എന്തായാലും 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീ ആയതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് മോന്തായത്തിൻ്റെ കാര്യം. ഏതായാലും പിന്നെ 2 മാസം കഴിയട്ടെ, ഒരു മാറ്റം വരും. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ ദേവിയുടെ ഹോമങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഇത്തവണ ആളുകൾ, അതിൽ കുറേ പേര് ഭക്തന്മാർ പങ്കെടുത്തു. ഇപ്പോൾ പഴയ പോലെയൊന്നും എനിക്ക് എൻ്റെ മുറ്റമൊക്കെ നഷ്ടപ്പെട്ടു പോയി. റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ 200-250 ആളെ വരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂജ നടത്തിയിരുന്നു. ഇപ്പോൾ അതൊന്നും സാധിക്കില്ല. മാക്സിമം പോയാൽ 100 പേരിലപ്പുറം പറ്റില്ല. എങ്ങനെയായാലും ദേവിയുടെ കർമ്മത്തിനൊന്നും യാതൊരു തടസ്സവും വന്നില്ല. അത് ഒരു പ്രത്യേകത തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത്രമാത്രം ആ വിഷയത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനൊരു അപൂർണനായ മനുഷ്യനായിരിക്കാം. അതങ്ങനെയൊന്നും ആർക്കും പൂർണ്ണതയൊന്നും ആർക്കും അവകാശപ്പെടാനും പറ്റില്ല. ആരും പൂർണ്ണരുമല്ല. പക്ഷെ മറിച്ച് ദൈവിക വിഷയത്തിൽ വരുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ പരിപൂർണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദേവി എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കർമ്മങ്ങൾ ചെയ്തിട്ട് ഫലം കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഒരേ മേഖലയിൽ നിന്നുകൊണ്ട് ഒരേപോലെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോയ വ്യക്തികൾ തുലവും കുറവായിരിക്കും. അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ്
അവരുടെ പ്രത്യേക സമയത്തിൻ്റെ പ്രത്യേകതയൊക്കെ അവർ ഉള്ള മനുഷ്യന്മാർക്ക് അവരെന്ത് ചെയ്താലും അത് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ടൈമൊക്കെ ഈ മന്ത്രവാദിക്കും അല്ലെ പൂജാരിക്കൊക്കെ ഉണ്ടാവും. കർമ്മം, എല്ലാ കർമ്മവും അയാൾ തൊടുന്നതൊക്കെ പൊന്നായി മാറുന്ന ഒരു ടൈം എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു പിന്നെ അപൂർവ ചില വ്യക്തികൾക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സമയം കഴിഞ്ഞാൽ അത് അസ്തമിക്കും. എൻ്റെ വിഷയത്തിൽ അതല്ല. എനിക്ക് ഏറ്റവും വലിയ കാലദോഷമുള്ള കാലഘട്ടമാണ് കടന്നുപോയത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് കാലദോഷമുള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഇതൊന്നും എൻ്റെ ദൈവിക കർമ്മങ്ങൾക്കായിട്ടും യാതൊരു കുഴപ്പമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് സമയത്തിൻ്റെ അല്ല എന്ന് ഞാൻ പറയുന്നത്. അത് ദേവിയുടെ സ്പെഷ്യലായ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതൊരു പ്രത്യേകമായ ഇതാണ്, ഒരു കൃപ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മളിലേക്ക് എന്തോ ഒരു സംഗതി വർഷിച്ചിട്ടുണ്ട് ദേവി. കൃപാ കടാക്ഷം എന്നൊക്കെ അതിനെ നമ്മൾ വിളിക്കുന്നു. അത് എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു അത് അജ്ഞാതമാണ്. ഒരു തരത്തിലുള്ള അറിവും അതിനെക്കുറിച്ച് എനിക്കില്ല. ഈ തിരഞ്ഞെടുപ്പിന് എന്ത് കാരണം ഈ ജന്മത്തിലുള്ളതല്ല, കഴിഞ്ഞ ഏതൊക്കെയോ ജന്മത്തിലുള്ള. നമ്മളെ ജന്മം ഇങ്ങനെ ഒരു നൈരന്തര്യമാണല്ലോ, അതൊരു തുടർച്ചയാണല്ലോ. അതൊരു പിന്നെ പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഠരേ ശയനം. ശങ്കരാചാര്യർ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, പിന്നെയും അമ്മയുടെ ഗർഭപാതത്തിൽ ജനനിയുടെ ജഠരം വയറ്റിൽ പിന്നെയും പോയി ഉരുവാകുന്നു. അങ്ങനെയാണല്ലോ ശങ്കരാചാര്യർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് പെട്ടെന്നൊരു പൊട്ടി മുളക്കലല്ല, അത് വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ആരും മുളക്കുന്നില്ല. അടിയൻ ഇനിയും ഉണ്ടാം ജന്മം എന്നാൽ അതെല്ലാം മടി മുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ എന്നുള്ള വരികളാണ് ഓർമ്മ വരുന്നത്. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പയ്യന്നൂർ. പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറയൂ. 24/11/2004. സമയം പറയൂ. 5:30 വൈകുന്നേരം. ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോന്ന് പറയൂ. പെണ്ണിൻ്റെതാ. നിങ്ങളുടെ മകളാണോ? അനിയത്തിയുടെ മകളാ. അനിയത്തിയുടെ മകള്. ഓക്കെ. അശ്വതി നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം പറയൂ. മോളെ പഠനം പിന്നെ കല്യാണം അറിയാൻ വേണ്ടിട്ടാണ്. അല്ല, 2004 പറഞ്ഞത്? 24/11/2004 ഹലോ, ഡേറ്റ് പറഞ്ഞത് 24/11/2004 ഹലോ. അല്ല, നിങ്ങൾ ഡേറ്റ് ഒന്നുകൂടി പറയൂ. കേൾക്കുന്നില്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ, 2004 പറഞ്ഞത്. കട്ടായിപ്പോയി തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദേവിയെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രീതിപ്പെടുത്തുന്നതൊക്കെ ഏതൊരു ഭവനത്തിനും ശ്രേയസ്കരമായ കാര്യമാണ്. പിന്നെ എന്നെപ്പോലെ വർഷങ്ങൾ തുടർച്ചയായിട്ട് കൊല്ലം തോറും ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും ആവില്ല. പക്ഷെ ഒരു തവണയൊക്കെ വീട്ടിലൊരു പുക കൊള്ളുന്നതൊക്കെ നല്ലതാണ്. അത് ഗണപതി ഹോമമായാലും സുദർശന ഹോമമായാലും അല്ലെ ഭഗവതി സേവ അല്ലെ ത്രികാല പൂജ, അത് നല്ല പിന്നെ എന്താ പറയുക, കർമ്മശുദ്ധിയുള്ള പുരോഹിതന്മാരെ വിളിച്ചിട്ട് അത് ചെയ്യിക്കാൻ നോക്കണം. അത്തരം ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നമുക്ക് തന്നെ അനുഭവപ്പെടാൻ തുടങ്ങും. പക്ഷെ അത് ചെയ്യുന്ന കർമ്മിയുടെ വീട്ടിൽ വന്ന് അത് ചെയ്യുന്ന കർമ്മിയുടെ ഈ എന്താണ് പറയുക, കർമ്മശുദ്ധി അല്ലെങ്കിൽ
അയാൾ നേടിയെടുത്ത ഉപാസനാബലം ഒക്കെ ഈ വിഷയത്തിലൊരു ഘടകമാണ്. അതൊന്നുമില്ലാത്ത ഇതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന വ്യക്തികളെ വിളിച്ചിട്ട് വലിയ കാര്യമില്ല. ചിലരതിങ്ങനെ കുറച്ച് മണിയൊക്കെ മുട്ടി കുറച്ച് കാശൊക്കെ മേടിച്ചൊക്കെ പോകും. പ്രത്യേകിച്ച് ബലമൊന്നും ഉണ്ടാവില്ല, നമ്മളെ ഉള്ള കാശും കൂടി അങ്ങ് പോയി എന്ന് മാത്രം. അത് അത്തരക്കാരെ വിളിച്ച് കയറ്റിയിട്ട് കാര്യമില്ല. നല്ല സമൂഹത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത്തരം വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ, പറയൂ. ഓ, 3-3-2000 ബേസിക്. സമയം പറയൂ. രാത്രി 9:30. ഉത്രട്ടായി നക്ഷത്രം. 3-4-2000 അല്ലേ പറഞ്ഞത്? അല്ല, 3-3-2000. ആ, 3-3-2000. ഓക്കെ. തിരുവോണം. തിരുവോണം. നിങ്ങളുടെ ആരാണ്? എന്റെ മോള്. ആ, എന്താണ് മോളെ കൊണ്ട്? ജോലിക്കാരും കല്യാണവും. ജോലിക്കാരും കല്യാണവും ഒക്കെ ആണ് കാര്യമായിട്ടുള്ള സംഗതി തന്നെയാണ്. ഇപ്പം രാഹുദശയാണ് നടക്കുന്നത്. രാഹുവിൽ ശുക്രാപഹാരം കഴിഞ്ഞു. ശുക്രാപഹാരത്തിലായിരുന്നു കല്യാണത്തിന് ഏറ്റവും നല്ലത്, അത് കഴിഞ്ഞു. ഇനി കല്യാണം കുറച്ച് ചിലപ്പോൾ ഇനിയൊരു സമയമുള്ളത് ചന്ദ്രാപഹാരവും നല്ലതാണ്. ചന്ദ്രാപഹാരം എന്ന് പറയുന്നത് ഈ പിന്നെ ആദിത്യൻ്റെ ഇപ്പോൾ സൂര്യൻ്റെ അപഹാരമാണ് 2025 4-ാം മാസം വരെ. ഇനി ഒരു 3 മാസം കൂടി സൂര്യാപഹാരം, അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് വീണ്ടും സമയം വരുന്നുണ്ട്. ആ സമയം കല്യാണത്തിന് പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ ആർക്കും കല്യാണത്തോടും. കല്യാണം ഇങ്ങനെ ഒന്ന് പറഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ഡേറ്റ് മാറി വിദേശത്ത് പോയിട്ടാ ഇല്ലേ. അതെ, അവൻ വിദേശത്ത് അടുപ്പത്തിലാണോ? അടുപ്പത്തിലാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. ആ, കൊളാബറേഷൻ എന്ന് പറയും. അത് തേച്ചിട്ട് പോകുന്ന ലക്ഷണമൊന്നുമില്ല. അത് അസ്ഥിക്ക് പിടിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോശമൊന്നും വരില്ല. ആ, അത് നടക്കട്ടെ. അത് നക്ഷത്രവും തിരുവോണാണ്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോ ഇനിയിപ്പോ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. മനപ്പൊരുത്തം വന്ന് മനപ്പൊരുത്തം പിന്നെ എനിക്കായിരിക്കും അടി. എനിക്കടി അങ്ങനെയല്ല. ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിട്ട് ഇനി അങ്ങനെയുള്ള കമിതാക്കളെ അല്ലെ പ്രണയിനികളെ ജ്യോതിഷികൾ പിരിക്കാൻ പാടില്ലെന്നാണ്. മനപ്പൊരുത്തം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും മീതെ മനപ്പൊരുത്തം പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ 2-3 വർഷമായില്ലേ? ആ, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. ആ പയ്യന്റെ ഊരിലെ പയ്യൻ തന്നെ എല്ലാം ശരിയാക്കട്ടെ. നല്ല ജോലി. പിന്നെ ജാതകപ്രകാരം നല്ല സമയം വരാനുണ്ടല്ലോ അങ്ങോട്ട്. വ്യാഴദശയിലായിരിക്കും നല്ല ഐശ്വര്യം വരിക. 2027 രാഹുദശ കഴിയുന്നവർ അത്ര വലിയ സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനുശേഷമായിരിക്കും. ചിലപ്പോൾ അതിനുശേഷം ഇവൻ്റെ കൂടെ വിദേശത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്ന് ചിലപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു ജീവിതം നിങ്ങളുടെ മകൾക്ക് യൗവനത്തിൽ 27 മുതൽ 43 വരെയുള്ള വ്യാഴദശയിൽ കിട്ടിയേക്കാം. അതൊരു കുറച്ചുകൂടി ഉയർന്ന പടിയുള്ള ഒരു ജീവിതം. അങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിക്കട്ടെ. ആ, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. പിന്നെ നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ ദൈവീകത എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മളെ ഇവിടെ
മഹാകുംഭമേള നടക്കുകയാണ് പ്രയാഗ്രാജിൽ, ഉത്തർപ്രദേശിൽ. ഇതിൻ്റെയൊക്കെ കുംഭമേളയിലെ തീർത്ഥസ്നാനത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ പവിത്രതയും അവിടെ നടക്കുന്ന മഹത്തായ കർമ്മങ്ങളൊന്നും അല്ല പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വരുന്നത്. അതാണ് വേറെ തമാശ. ഈ പ്ലാസ്റ്റിക്കിനെ കൊണ്ടുണ്ടാക്കിയ ഈ തലയോട്ടി മാലയൊക്കെ ധരിച്ചുകൊണ്ട് കുറേ ആളുകൾ, ഇതിൻ്റെ മറ്റൊരു വിഭാഗം ഇതാണ്. അത് എന്താ പറയുക, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവിടെ വലിയ അഖാഡകളിൽ വലിയ പവിത്രമായ സന്യാസ ദീക്ഷ, സർവസംഘ പരിത്യാഗികളായിട്ട് ഈശ്വരാന്വേഷണത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്തിട്ട് ഇഹലോക സുഖങ്ങൾ മുഴുവൻ പണ്ട് ബുദ്ധനെ പോലെ പരിത്യജിച്ചിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് സന്യാസികൾ വടക്കേ ഇന്ത്യയിലുണ്ട്. അത് തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ഇഷ്ടവും താല്പര്യവുമാണ്. ഇപ്പോൾ എൻ്റെ കർമ്മം തന്നെ പലരും തെറ്റായിട്ട് വിമർശിക്കുന്നതൊക്കെ എനിക്കറിയാം. ഇതെന്തിനാണ്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ദിവസം 3 മണിക്കൂർ 4 മണിക്കൂർ പൂജ, ഇയാൾക്ക് വേറെ വല്ല പണിയും നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്ന വിമർശിക്കുന്ന ആളുണ്ടാവും. അത് എൻ്റെ മനസ്സുഖമാണല്ലോ. ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, നാട്ടുകാരല്ലല്ലോ. അപ്പോൾ ആ സന്യാസിമാരായിട്ട് പുറപ്പെടുന്ന അതിലിപ്പം ഇതിനിടെ ഒരാളെ പറ്റി കേട്ടില്ലേ, അയാളെ വലിയ എയറോസ്പേസിലോ എയറോനോട്ടിക്കലോ മറ്റോ എൻജിനീയർ ആയിരുന്നു അയാൾ. അതും വിട്ടിട്ടാണ് അയാൾ ഈ പണി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് അയാളുടെ ഇഷ്ടമല്ലേ, അയാളുടെ ജീവിതം എങ്ങനെയാണ് വേണ്ടതെന്ന്. ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? 24/11/2004 വൈകുന്നേരം 5:30. അശ്വതി നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം, പറയൂ. മോളുടെ പഠനം, ജോലി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നടക്കുന്നത് 2025 വരെ ശുക്രദശയാണ്. ഈ 6-ാം മാസം വരെ ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂര്യദശയാണ്. അപ്പോൾ സൂര്യൻ്റെ ദശ കല്യാണത്തിന് വളരെ ശ്രദ്ധിച്ച് നടത്തണം കല്യാണം എന്ന് പറയുന്നുണ്ട്. 6 കൊല്ലമുണ്ടത്. അത് 6 കൊല്ലം അത് വളരെയേറെ വിവാഹ സംബന്ധമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൂര്യനാണത്. നമ്മളതിനെക്കുറിച്ച് കുറച്ചൊരു ബോധം വേണം. വല്ല അടുപ്പവും ഉണ്ടോ കുട്ടിക്ക്? അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര കാണാൻ ഭയങ്കര ലുക്കല്ലേ അല്ലേ? അല്ല, അപ്പോ ഒന്നും പറയാൻ പറ്റൂല. നിങ്ങളങ്ങ് ഉറച്ച് വിശ്വസിക്കട്ട. പിന്നെ ഇടുന്ന ഡ്രസ്സൊക്കെ അങ്ങനെയല്ലേ. ആളുകളിങ്ങനെ ആമ്പിള്ളേരിങ്ങനെ കണ്ണു തള്ളി നിൽക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മളെ കുംഭമേളയിലെ പെണ്ണിനെ കൊണ്ട് പറഞ്ഞു പോലെ ആ കുട്ടി പാവം വളവെക്കാൻ നടക്കുന്നത്. അയ്യോ അതവിടുന്ന് ഓടി, രക്ഷയില്ലാഞ്ഞിട്ട്. ഉള്ള പത്രക്കാർ ഉള്ള ക്യാമറ മുഴുവൻ പിടിച്ചിട്ട് ആ പെണ്ണിൻ്റെ പുറകെ പോയിട്ട് അതിനെ ഓടിച്ചു വിട്ടു അവിടുന്ന്. പാവം. അതിനാണെങ്കിൽ അത് വളയെല്ലാം വിൽക്കുന്ന പെൺകുട്ടി എത്ര സാധുവായിരിക്കും, എത്ര പാവമായിരിക്കും. ഒരു ഗതിയും ഇല്ലാതെ പാവം മോള്, 16 വയസ്സേ ഉള്ളൂ. അതിൻ്റെ പൂച്ചക്കണ്ണും അതിൻ്റെ ഒടുക്കത്തെ ലുക്കും അതാ അതിന് പറ്റിയത്. പക്ഷെ എങ്ങനെയായാലും അല്ല, ഫേമസ് ആകാൻ എങ്ങനെയായാലും യോഗം ഉണ്ടെങ്കിൽ അത് നടക്കുമെന്ന് പറഞ്ഞ ഇതാണ് സത്യം പറഞ്ഞാൽ ഈ പുതിയ ലോകത്തിൽ സത്യം.
അപ്പോൾ നിങ്ങളുടെ മകള് കാര്യത്തിൽ ഈ വിവാഹത്തിന് നിങ്ങളൊരു ചന്ദ്രക്കല കൊടുക്കണം ശിവന്റെ ക്ഷേത്രത്തിൽ. അത് തളിപ്പറമ്പ് രാജരാജേശ്വരന് തന്നെ ആവട്ടെ. അത് ഒരു നിങ്ങളെ അവസ്ഥയൊന്നും അത്ര മോശമല്ലെന്നാണ് നിങ്ങളുടെ ചിരിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്നേരം വെള്ളിച്ചന്ദ്രക്കല നല്ല ശക്തി തന്നെ ആവട്ടെ. ചിരി കേട്ടാ അറിയാം അപ്പുറത്തെ ശക്തി എത്രയുണ്ടെന്ന്. അതുകൊണ്ട് ഈ ചെറിയ ഇങ്ങനെ ഒപ്പിക്കല് വേണ്ട, കുറച്ച് ഇങ്ങനെ കുറച്ച് വലിപ്പത്തിൽ തന്നെ. അതെ, കൊടുക്കുന്ന രാജാവിനാണെന്നുള്ള വിചാരത്തോടു കൂടി കുറെ വലിയൊരു ചന്ദ്രക്കല പിന്നെ ഒരു 30 ഗ്രാമിലെങ്കിലും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. 5000 നിങ്ങൾക്കൊരു വിഷയമല്ല. നല്ല പഴയ തട്ടാനെ കൊണ്ട് വേണം പണിയിക്കാൻ. പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും നമുക്ക് കാണണമെങ്കിൽ അത് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് വിളിച്ച് ബന്ധപ്പെടണം. ജോലിയൊക്കെ കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ട് ഇവിടെ ജാതകപ്രകാരം. അതിനൊന്നും വലിയ പ്രയാസമില്ല. ഈ കല്യാണ സംബന്ധമായിട്ടുള്ളതാണ് പ്രധാന ദോഷമായിട്ട് കാണുന്നത്. അതായത് 2 കല്യാണ യോഗമാണത്. അത് കഴിയുന്നിടത്തോളം അത് ഒഴിവാക്കണം. ഒന്നാമത് ഇപ്പം ഡൈവേഴ്സ് അങ്ങനെ കൂടിയില്ലേ, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടല്ലേ ഇത് പിരിയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാരണം പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും ഗൗരവത്തിലുള്ള കാരണത്താലായിരിക്കും പണ്ടൊക്കെ. ഇപ്പോഴങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജാതകത്തിൽ ആ ദോഷമുള്ളത് കൊണ്ട് അങ്ങനെ. പിന്നെ ശിവന്റെ മന്ത്രം, ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ പറയണം. നമഃശിവായ ശിവായൈ നമഃ. ആ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അത് ശിവനും പാർവതിക്കും കൂടിയുള്ള മന്ത്രമാണത്. അപ്പോൾ ആ മന്ത്രം ജപിക്കും. ശിവായൈ അങ്ങനെ വേണം. ശിവായേ എന്നല്ല, ശിവായൈ. ആ പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ഓം എന്ന് ചേർക്കാൻ പാടില്ല. പിന്നെ മറ്റ് വേറെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യത്തിനും മറ്റൊക്കെ വർദ്ധിപ്പിക്കാനുള്ള പരിഹാരം വേണമെങ്കിൽ അത് നേരിട്ട് ബന്ധപ്പെടണം. ആവട്ടെ. എനിക്കെന്തോ ഒരു സംശയം തോന്നി നിങ്ങളെ ഈ വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന്. കാരണം എന്നെ അറിയാം നിങ്ങൾക്ക്. അതാണ് നിങ്ങൾ, ഞാൻ ഭഗവാനെ കൊണ്ട് പറയുമൊക്കെ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെയും എൻ്റെ ദേവിയെയും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ബഹുമാനം. അതുകൊണ്ട് അതാ. ശരി, ആയിക്കോട്ടെ. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഈ കുംഭമേളയുടെ കാര്യമാണ്. അവിടെ ഈ പിന്നെ മറ്റൊന്ന്, ഈ സിഖ് അഖാഡകളിലുള്ളവർ പെട്ടെന്ന് പ്രകോപിതരാകുന്നവരാണ്. അക്രമോത്സുകതയുള്ള ആളുകളാണ് അവർ. പെട്ടെന്നായിരിക്കും അവർ വടിയൊക്കെ എടുത്ത് തല്ലാനൊക്കെ പോകും. അങ്ങനെ ഒരു. പിന്നെ അഘോരികൾ പൊതുവെ ശ്മശാനത്തിലും മറ്റൊക്കെ നിൽക്കുന്നവരാണ്. പിന്നെ ഒന്നുള്ളത് നാഗ സന്യാസിമാരാണ്. ഇവർക്കൊക്കെ അവരുടെ സ്വഭാവ സവിശേഷതകളുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർക്കത് സന്യാസിക്ക് യോജിക്കാത്ത നിലപാടായിട്ടും തോന്നാം. സർവസംഘ പരിത്യാഗിയായ സന്യാസി ഇത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്യാവോ എന്നൊക്കെ ആളുകൾക്ക് തോന്നിയേക്കാം. അത് തെറ്റായ മെസ്സേജ് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യതയുണ്ട്. കാരണം ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സന്യാസിമാരിൽ 10, 50, 100 പേരെ മാത്രമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നവർ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം മാർക്കറ്റിങ്ങിനായിട്ടൊരു ഗ്യാങ് വേറെ തന്നെയുണ്ട്. ഒറിജിനൽ ശരിയായ ദൈവിക മാർഗത്തിൽ തന്നെ സഞ്ചരിച്ച് ആ ഭഗവാനിൽ തന്നെ 90%, 80% മേലെയും ശിവഭക്തരായിരിക്കും. ബാക്കി കുറച്ച് പേര് മാത്രമേ വൈഷ്ണവരുണ്ടാവൂ. ശിവൻ്റെ പിന്നെ ശക്തിയും അവിടെ തന്നെ. അത് പിന്നെ ശക്തിൻ്റെ അണ്ടല്ലല്ലോ പാർവതി പരമേശ്വരന്മാർ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ. പക്ഷേ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് പുറത്തേക്കും മറ്റൊക്കെ
സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി പുറത്തേക്ക് പോകുന്നത് മുഴുവൻ ഈ കളികളാണ്. അത് മാർക്കറ്റിങ്, അതിൽ കുംഭമേളയുടെ അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ഇതിൻ്റെ ആൾക്കാർ തന്നെ അതാണ് ഒരു സംഭവത്തെ വേറെ രൂപത്തിലായിട്ട്. മഹാകുംഭമേളയാണ് നടക്കുന്നത്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കുന്ന, 40-44 വർഷത്തിന് ശേഷം സംഭവിക്കുന്ന കുംഭമേള. ചെറിയ കുംഭമേളയുണ്ട്, വലിയ ഇതിലപ്പുറം വേറെ കുംഭമേളയില്ല. ചുരുങ്ങിയത് 40 കോടി ആളുകൾ പങ്കെടുക്കുമെന്ന് പറയുന്ന, ലോകത്തിൽ തന്നെ എവിടെയും നടക്കാത്ത ഒരു ദൈവിക കർമ്മം. അല്ലെങ്കിലും എന്നും നമ്മുടെ ഭാരതത്തിൻ്റെ ദൈവികത എപ്പോഴും, കൊട്ടിയൂരെ ശിവനെ നോക്കൂ വെള്ളത്തിൽ, അല്ലെങ്കിൽ പിന്നെ അയ്യപ്പനെ നോക്കൂ കാട്ടിലാണ്, ഇനി സുബ്രഹ്മണ്യനാണെങ്കിൽ പഴനി മലയിലാണ്. ഇങ്ങനെ നമ്മൾ ഇനി മൂകാംബിക അമ്മയോ കാട്ടിലായിരുന്നു പണ്ട്. ഇപ്പോഴല്ലേ അങ്ങോട്ടേക്ക് റോഡെല്ലാം വന്നത്. കുടജാദ്രിയൊക്കെ ഘോര വനമായിരുന്നല്ലോ. ഇപ്പോഴും അമ്പാവനൊക്കെ അവിടെ തന്നെയുണ്ട്. എപ്പോഴാ 5 സ്റ്റാർ ഹോട്ടൽ വരിക എന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ ഈ ഭാരതത്തിൻ്റെ ദൈവീകത പൊതുവെ ഹിമാലയത്തിലും മറ്റൊക്കെ ആയിട്ട്, ഉത്തരാഖണ്ഡിൽ അങ്ങനെ പിന്നെ ഒക്കെ, പിന്നെ ഈ നഗരത്തിലോ നഗരത്തോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലത്തൊന്നും ആയിരുന്നില്ല. അതിനുശേഷം പിന്നെ അത് ആത്മീയ കേന്ദ്രമായി വളരുകയും പിന്നീട് നഗരവൽക്കരണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗുരുവായൂർ ഒക്കെ അങ്ങനെ പിന്നീട് ഭഗവാന്റെ ഒരു പ്രത്യേകത കൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തന്മാർ, കോടിക്കണക്കിന് ഭക്തന്മാർ കാണാൻ വന്നപ്പോൾ അത് പിന്നെ നഗരമായി മാറി. ഗുരു പവനപുരേശൻ, ആ പവനപുരി അതൊരു പ്രത്യേകമായ ഒരു സംഭവമാക്കി അതിനെ മാറ്റി ആ പ്രദേശത്തെ. അത് സ്വാഭാവികമായിട്ടും എല്ലാ ശബരിമലയിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂകാംബികയിലും ഞാൻ പോലും 30 കൊല്ലം മുമ്പേ പോകുമ്പോൾ ഒരു ഹോട്ടൽ, മര്യാദക്കൊരു നല്ലൊരു ഹോട്ടൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാനന്ന് ദേവസ്വം സത്രത്തിലാണ് താമസിച്ചത്. 15 രൂപയായിരുന്നു മുറിക്ക്. അത്രമാത്രം. പിന്നെ അടികമാരുടെ വീടുകളിലും. ആ സ്ഥാനത്ത് ഇന്ന് 3 സ്റ്റാർ ഹോട്ടലുകൾ, വലിയ 3 സ്റ്റാർ ഹോട്ടലുകൾ 3 എണ്ണം. ഒരു 5 സ്റ്റാറിൻ്റെയും ഒരു 4 സ്റ്റാറിൻ്റെയും അതിനോട് അടുത്തായിട്ട് പണി വരുന്നുണ്ട്. കഥ പോയ പോക്കേ. ഇതൊക്കെ എൻ്റെ കൺമുന്നിലാണ് ഈ വളർച്ച. ഇത് അത്രമാത്രം, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ തരംഗം, 2000-ന് ശേഷം വന്നിരിക്കുന്ന തരംഗം, അത് മനുഷ്യരെ മാത്രമല്ല ദൈവങ്ങളെ പോലും മാറ്റിമറിച്ച് കളഞ്ഞു. ഇപ്പം മൂകാംബിക അമ്മ എന്ന് പറയുന്നൊരു മഹത്തായ ശക്തി അവിടെ ഇങ്ങനെ ഒരു കാട്ടിലിങ്ങനെ ഉണ്ട്, ഒരു ക്ഷേത്രം എന്ന് അതിനു മുമ്പ് അറിയുന്ന ഭാരതത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണെങ്കിൽ ഇന്നതങ്ങനെയല്ല. ഇന്ന് ലോകം മുഴുവൻ ഗോഡസ് എന്നാണ് ഇംഗ്ലീഷ് പറയുക, മൂകാംബ. ഗോഡസ് മൂകാംബയെ കുറിച്ച് അറിയാതെ മനുഷ്യരില്ല. അതായത് 800 കോടിയോളം ജനങ്ങൾ, അതിൽ ഏതാണ്ട് ഒരു 100 കോടി തീരെ ഇതായിരിക്കും. ബാക്കി 700 കോടി ആൾക്കാരും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അവർക്കൊക്കെ ഈ ദൈവങ്ങളെല്ലാം അറിയാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതായാലും കുംഭമേള ദൈവികമായൊരു കർമ്മമാണ്. പോകാൻ പറ്റുന്നവർ പോകുന്നത് നല്ലതാണ്. ഇനിയും 10, 30, 20, 25 ദിവസത്തോളം ഉണ്ട്. അതുകൊണ്ട് പോകാൻ പറ്റുന്നവരവിടെ പോയി സ്നാനം ചെയ്യുന്നതൊക്കെ പുണ്യമാണ്. അത് ഒരു ഭക്തനെന്നുള്ള രൂപത്തിൽ അത് പറയേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രം. ഏതായാലും നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്.
ജ്യോതിഷപരമായ ഫലങ്ങൾ അറിയേണ്ടവർക്കും ഒപ്പം പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. 9388504419 ഈ നമ്പറിൽ വിളിച്ച് എന്നെ വന്ന് കാണാം. നേരിട്ട് വരാൻ സാധിക്കാത്തവർക്ക് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചാൽ ഫലം അങ്ങനെയും അറിയാൻ സാധിക്കും. ഏതിനും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.